അടയടച്ച് ഞാൻ വീട്ടിലെത്തി. സമയം 12:45. മുറ്റത്തൂടെ ജഗ്ഗുവിനെ അഴിച്ചുവിട്ട് കുറച്ച് നടക്കുന്ന രംഗമായത്. ജഗ്ഗു സാധാരണ എൻ്റെ കൂട്ടത്തിൽ നടക്കുക പതിവ്. ഇന്ന് 1-2 നടപ്പൊക്കെ നടന്നു വെച്ച് ചങ്ങാതി പതുക്കെ അങ്ങോട്ട് നടന്നിട്ടുണ്ട്. വിളിച്ചില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ പണി തരും. ഇവനാണ് എൻ്റെ ജഗ്ഗു. കണ്ട, എങ്ങും കൂരാക്കൂരിട്ട്. ഈ വീടിന് മുമ്പിലെ ലൈറ്റും വിട്ടാൽ പിന്നെ ഈ പാതിരാത്രി 12:45 1 മണിക്ക് വേറെ വെട്ടം എവിടെ ഇരിക്കുന്നല്ലേ. ജഗ്ഗു എങ്ങോട്ട് പോയി? അവനെ കാണാനില്ലല്ലോ. എല്ലാവരും 2 ഉറക്കം ഉറങ്ങി എണീക്കേണ്ട സമയമായി. ഞാനന്നേരം ഇതിൽ നടക്കുന്നതേ ഉള്ളൂ. മഴ ചന്നം പിന്നം ചാറുന്നുണ്ട്. എങ്ങും നിശബ്ദത. ചീവീടുകൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ചെറുതായിട്ട് ചിലയ്ക്കുന്ന ഒച്ച കേൾക്കാം. ജഗ്ഗു ആ ചെടിയുടെ പുറകിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഒരു മിന്നായം ഞാൻ അവിടെ കണ്ട പോലെ. ഉണ്ട്, ശരിയാ. അവന് ഈ ദഹന പ്രശ്നങ്ങളൊക്കെ തോന്നിയ അവൻ ചിലപ്പം 5-6 പുല്ലൊക്കെ കടിച്ച് ചവച്ച് തിന്നുന്നതാണ്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പറമ്പ് അതേപോലെ തൊട്ടിപ്പുറത്തെ പറമ്പും മഴ തുടങ്ങിയപ്പം മുതൽ കുറച്ച് കാട് കയറിയിട്ടുണ്ട്. ഈ പറമ്പ് അവർ കുറേയൊക്കെ വെട്ടി. നമ്മുടെ വാതുക്കലുള്ളവരുടെ താഴോട്ടുള്ള പറമ്പ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുക. അവർ തെളിക്കുമായിരിക്കും. എന്തായാലും പാതിരാത്രി ഞാനിങ്ങനെ നടക്കുന്നത് പതിവാണ്. ജഗ്ഗുവിനെ അഴിച്ചുവിട്ട് നമുക്ക് ഏത് കാടാണേലും നടക്കുമ്പോൾ ഒന്നും പേടിക്കണ്ട. കാരണം അവൻ എനിക്ക് ധൈര്യമാണ്. എന്ത് അനക്കം വന്നാലും അവൻ ചാടി മുന്നേ ഇറങ്ങും. അവനെ അഴിച്ചു വിട്ടിട്ടാണ് നടക്കുന്നതെങ്കിൽ ഒരു ധൈര്യക്കുറവും അവിടെ ഇല്ല. രാത്രിയുടെ നിശബ്ദതയിൽ ഇങ്ങനെ നടക്കുന്നതും എനിക്കൊരു ഹരമാണ്. എന്തായാലും നേരെ വിത്രമായി. അവനെ വിളിക്കണം. ജഗ്ഗുവേ വാടാ, ജഗ്ഗുവേ വാടാ. വിളി കേട്ടാൽ പിന്നെ ചങ്ങാതിക്ക് മടിയില്ല. അപ്പം തന്നെ ഓടിപ്പോന്നേക്കും. മതി ഇന്നത്തെ, പതുക്കെ കൂട്ടിലേക്ക് കയറ്റാം. ഇന്നത്തെ നടത്തം കഴിഞ്ഞു. ബാ, കൂട്ടിക്കേർ.